ഒന്നാമത്തെ അതിജീവിത കൊടുത്ത കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. രാഹുലിന് ആശ്വാസമല്ല. ആ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ഇതെന്നുള്ള സ്ഥാപിക്കുന്ന രീതിയിൽ പരോക്ഷമായിട്ട് അങ്ങനെ ആ രീതിയിലുള്ളൊരു സൂചന കോടതി അതിനകത്ത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിക്കകത്ത് വന്നു. അത് വന്നത് നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു വാദിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഈ ഹൈക്കോടതി വിധിയിലെ 17, 18, 20, 21 തുടങ്ങിയ പാരഗ്രാഫുകൾ റിമൂവ് ചെയ്യണം എന്നാണ് വാദിഭാഗം ഏറ്റവും ശക്തമായിട്ട് അവരുടെ ഫോക്കസും അത് തന്നെയായിരുന്നു. ഒന്നാമത്തെ അതിജീവിതയ്ക്ക് നിയമപരമായിട്ട് വിജയം നേടിയിരിക്കുക. പക്ഷെ പന്നീനാണ് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ പൊട്ടന്മാർ വന്നിട്ട് കമന്റിട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. ഈ നാട്ടിൽ എത്ര വിഡ്ഢികളുണ്ടെന്നുള്ളതിൻ്റെ കണക്കെടുക്കാൻ ഇവൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിലുള്ള ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും എണ്ണം നോക്കിയാൽ മതി. കമൻറ്റ് നോക്കണ്ട, നെഗറ്റീവും പോസിറ്റീവും കാണും. രാജൻ, നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, അതിജീവിത സുപ്രീം കോടതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞിട്ടൊരു ഹർജി കൊടുത്തിരുന്നു. അതുകൂടാതെ അതൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ടാണോ ഹർജി കൊടുത്തിരുന്നത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് രാജൻഭായിക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈക്കോടതി അതിജീവിതയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ ഓർഡറും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ചില സംശയമുണ്ട്. ഈ ജാമ്യം തള്ളി അല്ലെങ്കിൽ എടുത്ത് പുഴയിലേക്ക് കളഞ്ഞു അത് സുപ്രീം കോടതി, അതുകൊണ്ട് എന്തോ ഭയങ്കര വലിയ നേട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവുന്നു എന്ന രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ട്. എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യം കൂട്ടത്തിൽ ഉന്നയിച്ചെങ്കിലും ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി ഈ സാധാരണഗതിയിൽ ഫൈനൽ ജഡ്ജ്മെൻറ്റിനകത്ത് അനുബന്ധമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് കടന്നുകൊണ്ട് ഒരു ജാമ്യ ഹർജിക്കകത്ത് ചില നിരീക്ഷണങ്ങൾ നടത്തി എന്നുള്ളതാണ്. ആ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ഇതെന്നുള്ള സ്ഥാപിക്കുന്ന രീതിയിൽ പരോക്ഷമായിട്ട് അങ്ങനെ ആ രീതിയിലുള്ളൊരു സൂചന കോടതി അതിനകത്ത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിക്കകത്ത് വന്നു. അത് വന്നത് നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു വാദിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ വാദിഭാഗത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഹാജരായതെന്ന് പറയുന്നത് ഒന്ന് അഡ്വക്കേറ്റ് സീനിയർ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് PV ദിനേശ്, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രൻ, സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരായ വക്കീല് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹർജി ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. അത് MM സുന്ദരേഷ്, NK സിംഗ് തുടങ്ങിയ ജസ്റ്റിസുമാരാണ് പരിഗണിച്ചത്. ഇതിനകത്ത് ഹൈക്കോടതിയുടെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിക്കകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഇവർ പറഞ്ഞത് ഈ ഹൈക്കോടതി വിധിയിലെ 17, 18, 20, 21 തുടങ്ങിയ പാരഗ്രാഫുകൾ റിമൂവ് ചെയ്യണം എന്നാണ് വാദിഭാഗം ഏറ്റവും ശക്തമായിട്ട് അവരുടെ ഫോക്കസും അത് തന്നെയായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10-25 വർഷത്തെ ക്യാമ്പസ് കാലഘട്ടം തൊട്ടുള്ള വളരെ ബന്ധമുള്ളതാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള ഒരു ചെറുപ്പക്കാരനാണ്. വളരെ പൊളിറ്റിക്കലുമാണ്. കാരണം ഒരു സാധാരണഗതിയിൽ അഭിഭാഷകർ ഫീസ് മേടിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് മാനുഷിക പരിഗണന വെച്ച് കേസുകൾ കൈകാര്യം ചെയ്യുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, എനിക്ക് പഠിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. മാധ്യമരംഗത്തും ഉണ്ടായിരുന്ന കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടേ സുപ്രീം കോടതിയിലാണ്. ഇത്തരം വിഷയങ്ങൾക്കകത്ത് നമ്മളൊക്കെ എടുക്കുന്ന അതേ സമീപനം, ഒരു എത്തിക്സ് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. വെറും മണിക്കൂറിന് ഒരു സിറ്റിങ്ങിന് ഇത്ര ഫീസ് മേടിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ അതിനകത്തൊരു സാമൂഹ്യ ബോധത്തിൽ ഇടപെടുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. ഞാൻ സുഭാഷുമായിട്ട് സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ്. കാരണം ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ള ജാമ്യത്തിനകത്ത് സാധാരണഗതി സുപ്രീം കോടതി അങ്ങനെ ഇടപെടത്തില്ല. ഇടപെടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്യപൂർവമായിട്ടുള്ള കേസുകളിലേ ഉള്ളൂ. അതായിരുന്നില്ല ഇവരുടെയും. ഇവർ വെച്ചിട്ടുള്ള വാദം എന്ന് പറയുന്നത് പരാതിക്കാരിയുടെ വ്യക്തിത്വത്തെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഹൈക്കോടതിയുടെ പരാമർശം നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ആ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ വാദം കോടതി അംഗീകരിച്ചു. അങ്ങനെയുള്ള ഭാഗങ്ങളുള്ള ഹൈക്കോടതി വിധിക്കകത്തുള്ള ഞാൻ ഈ പറഞ്ഞ 17, 18, 20, 21 തുടങ്ങിയ 4 പാരഗ്രാഫുകൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. ഇത് രാഹുലിന് തിരിച്ചടിയാം. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയക്കകത്ത് തന്നെ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും പലരും കൊടുത്തിട്ടുള്ള തലക്കെട്ടയും വായിക്കാം. അവരുടെ കാർഡ് അതിനകത്ത് ബ്രേക്കിംഗ് ന്യൂസ് മലയാളത്തിനകത്ത് കൊടുത്തിരിക്കുന്നു. 1-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി, അതിജീവിതയ്ക്കെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ നീക്കി സുപ്രീം കോടതി. ഏഷ്യാനെറ്റ് ന്യൂസ്, ആദ്യ പരാതിക്കാരിക്കെതിരായ ഹൈക്കോടതി പരാമർശം നീക്കി സുപ്രീം കോടതി. അതിലെല്ലാം രാഹുലിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. കേരള വിഷൻ കൊടുത്തിരിക്കുന്നത് പരാതിക്കാരിക്കെതിരായ പരാമർശം നീക്കി സുപ്രീം കോടതി, വിചാരണയെ ബാധിക്കുമെന്ന വാദം അംഗീകരിച്ചു എന്നുകൊണ്ട് അതിനകത്ത് രാഹുലിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, നമ്മളെ ശ്രീകണ്ഠൻ നായരുടെ 24 ന്യൂസ്, അവരാണല്ലോ ആദ്യം രാഹുലിനെ ഇരുത്തിക്കൊണ്ട് ഇൻ്റർവ്യൂ നടത്തിച്ചത്. രാഹുലിന് പറയാനുള്ളതൊക്കെ പറയാൻ തിരിച്ചാൽ പാവം ആഷ്മി എന്തിനാണ് അവിടെ കൊണ്ടിരുത്തിയെന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ആഷ്മിക്ക് ഒരു ഇമേജ് ഉള്ളതാണ്. ആഷ്മിക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്തിക്സ് വെച്ച് പോകുന്ന ഒരു ധാർമ്മിക ബോധമുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മളെല്ലാം
ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സുഹൃത്തുമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിനകത്ത് ആഷ്മി ഇരിക്കാനേ പാടില്ലായിരുന്നു. ആഷ്മി നോ പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ആഷ്മി ഇരിക്കുകയാണെങ്കിൽ ഞാൻ അഗ്രസീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് ശ്രീകണ്ഠൻ നായരുടെ അടുത്ത് പറയേണ്ടതായിരുന്നു. ആഷ്മിയുടെ മുമ്പിൽ ഒത്തിരി ഓഫറുകൾ വന്നിട്ട് ആഷ്മി പോകാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നതാണ്. ആഷ്മി റിപ്പോർട്ടർ ചാനൽ വന്നപ്പോഴും വലിയ ഓഫർ വന്നതാണ്, ബിഗ് ടി വി വന്നപ്പോഴും വലിയ ഓഫർ വന്നതാണ്. ആഷ്മി പോകാതിരുന്നത് ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ ടൗസർ കയറി പോയി പണിയില്ലാതെ തിരിച്ചു വരേണ്ടി വന്നേനെ. 24 ന്യൂസ് മാത്രം കൊടുത്തിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന് താൽക്കാലിക ആശ്വാസം, മുൻകൂർ ജാമ്യത്തിൽ ഇടപെടുന്നില്ലെന്ന് കോടതി. അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ജാമ്യ ഉത്തരവിലെ അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങൾ നീക്കി. ഇത് സത്യത്തിൽ ഞാൻ ആഷ്മിക്ക് മെസ്സേജ് അയച്ചു. കാരണം ഇത് നിങ്ങളുടെ ഡെസ്കിലുള്ള ആൾക്കാർ പിന്നെ ചെയ്യുന്നത് പിന്നെ ശരിയല്ല എന്നുള്ളത് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ശ്രദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു പന്നി നൈനാണെന്ന് പറഞ്ഞ തിരുവല്ലയിലെ മുനിസിപ്പാലിറ്റിയിലോട്ട് അടൂർ മുനിസിപ്പാലിറ്റിയിലോട്ട് തോറ്റ് പിന്നെ നാട്ടുകാർ തോപ്പിച്ച ഒരുത്തനുണ്ടല്ലോ ഇപ്രാവശ്യം മത്സരിച്ചിട്ട്. ഈ പന്നി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ബാധ്യതയായി മാറുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വരെ ഒരു പരിധി വരെ ഒന്ന് മയത്തിലോട്ട് നീങ്ങിയപ്പം വീണ്ടും നമ്മളെ വായിക്കാത്തിട്ട് കോരിട്ടിളക്കി എന്നെ വന്നത് രാജൻ ജോസഫിനെ ഉള്ള പണി വരുന്നു, എന്നെ കൊന്നുകളയെന്നുള്ള രീതിയിലാണല്ലോ. പാവത്തിന്റെ ശമ്പളം മരണമത്ര രാജൻ ജോസഫ് സ്വർഗത്തിൽ പോവുക, നരകത്തിൽ പോവുക, അവൻ്റെ അമ്മായിയുടെ മറ്റേടത്ത് പോകും. അത് എന്ന് പറയാനുള്ള പിന്നെ അപ്പോൾ അവനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല എന്നുള്ളത് അവൻ അറിയാൻ വയ്യാണ്ട. ഇവർ തമ്മിലുള്ള ബന്ധം പോലും ആത്മാർത്ഥമല്ല. ഈ രണ്ടാമത്തെ അതിജീവിതയുടെ അടുത്ത് ഫെനി നൈനാൻ മോശമായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഫെനി നൈനാൻ രണ്ടാമത്തെ അതിജീവിതയുടെ അടുത്ത്. രണ്ടാമത്തെ അതിജീവിത എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു ജനിച്ച് വീഴുമ്പം ഈ രാഹുലിന് 10-20 വയസ്സുണ്ട് ഈ പോത്തിന്. അവൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള കൊച്ചാ. അങ്ങനെയുള്ള ഒരു പിന്നെ കുട്ടി സാറെന്നാണ് വിളിക്കുന്നത്. അവനെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ കുട്ടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിപ്പെടുത്തിയിട്ട് കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുക. ഇത് ഒരു ഉപേക്ഷി സമ്മതവും ഇല്ല, ഒരു പ്രണയവും ഇല്ല, ഒന്നുമില്ല. റെസ്പെക്റ്റോട് പോയിട്ട് പഠിപ്പിച്ച അധ്യാപകനാണ്. ആ രീതിയിൽ അത്രയും കുഞ്ഞു പ്രായമാണ് കുട്ടിക്ക്. പിന്നെ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതാണ്. ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുമ്പം മറ്റേ ഇൻഹേലർ വെച്ചിട്ട് വീണ്ടും റെപ്പ് ചെയ്യുക. ഒരാൾ റെപ്പ് ചെയ്തെന്ന് പറയാം, 2 ആൾ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നീട് അത് പരാതി കൊടുക്കാൻ പറ്റാതാവും. ഈവൻ ഇത് കഴിഞ്ഞിട്ട് ഈ പന്നി പന്നി നൈനാൻ ഇവരെല്ലാം ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. 3ാമത്തെ പരാതിക്കാരിയും ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ രാഹുലിന് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്, ഞാൻ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ പരോക്ഷമായ സൂചനകൾ കൊടുത്ത് ഈ 2ാമത്തെ പരാതിക്കാരുടെ അടുത്ത് 3ാമത്തെ പരാതിക്കാരുടെ അടുത്ത് ഒക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പന്നി നൈനാൻ വളരെ അവൻ്റെ നോട്ടത്തിൽ വരെ പശ കൊണ്ടെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ വൃത്തികൾ കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കയ്യിലേക്ക് ഈ ഇരകളെ അവരുടെ പിന്നെ എന്താ പറയുന്ന തകർന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരാശ്വാസമായിട്ട് ഇവൻ സ്വയം രക്ഷകനായിട്ട് അവതരിപ്പിക്കുക. ഇവൻ തന്നെ ഇതിന് കൂട്ട് നിന്നിട്ട് അങ്ങനെ പോയാലാണ് ഈ പന്നി നൈനാൻ ഈ വിളവെല്ലാം കളിച്ചു. അത് മാത്രമല്ല പന്നി നൈനാനും രാഹുലും തമ്മിലുള്ള ബന്ധവും അത്ര വിശ്വാസമൊന്നുമില്ല, പരസ്പര വിശ്വാസം. ഒരു ബിസിനസ് ഡീലിനകത്ത് ഇവർ പോയപ്പം പന്നി നൈനാൻ്റെ അടുത്ത സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞത്, അതായത് ബിനാമി ഏർപ്പാടിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് രാഹുൽ നടത്തുക, പന്നി നൈനാൻ ബിസിനസ് നടത്തുക. അപ്പം രാഹുൽ ഇവൻ്റെ അടുത്ത് വെച്ചെന്ന് ഇവൻ പറഞ്ഞതാണ്. ഇവൻ അവൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് അവർ എൻ്റെ അടുത്ത് തന്ന വിവരമാണ്. അതായത് പറഞ്ഞത് ഇവർ കരുതുന്നതൊക്കെ ഇവരെ കൂടെ നിൽക്കുന്നവരെല്ലാവരും കൂടെ ഉണ്ടെന്നാണ് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ പന്നി നൈനാൻ പറഞ്ഞത്, പന്നി നൈനാനോട് രാഹുൽ പറഞ്ഞു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്യും, വീഡിയോ റെക്കോർഡ് ചെയ്യും, നാളെ ഒരിക്കൽ നീ വാക്ക് മാറ്റിയാൽ എൻ്റെ അടുത്ത് എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സിബി ഞാനും തമ്മിൽ നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു നമ്മളെ സുഹൃത്തുക്കളുമായിട്ട്. നമ്മൾ ചിലപ്പം ഒരു ഒപ്പ് പോലും ഇല്ല, ഒരു രീതിയിലുള്ള നമ്മൾ വേറെ ഒരു രേഖകളോ അവശേഷിപ്പിക്കുന്നില്ല. കാരണം അത് സിബി മരിച്ചാൽ ഞാനും സിബിയുടെ കുടുംബത്തോട് നീതി പുലർത്തും, ഞാൻ മരിച്ചാൽ സിബി എൻ്റെ കുടുംബത്തോട് നീതി പുലർത്തും എന്നൊക്കെയുള്ള പരസ്പര ബന്ധത്തിൻ്റെ സൗഹൃദങ്ങളുടെ വലിയൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവന്മാരൊക്കെ എന്ന് വെച്ചാൽ ബേസിക്കലി എല്ലാം വൃത്തികെട്ടവന്മാരായതുകൊണ്ട് തമ്മിൽ വിശ്വാസമില്ല. പന്നി നൈനാനും പറഞ്ഞതാണ് അവൻ്റെ വേറെ അടുപ്പക്കാരെന്ന് അവൻ വിശ്വസിക്കുന്ന ആൾക്കാരുടെ നിന്ന്. അത് ഒരാളോട് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതെല്ലാം നമ്മുടെ അടുത്തെത്തും ഈ സാധനങ്ങൾ. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഒരു സാധനം അവനൊന്നും നിർത്താനും ഇല്ല, ഒരു സോഴ്സും അവർക്കില്ല. അത് നമ്മൾ പറയുന്നത് നമ്മളെ വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്ത് അവർക്ക് ഒരു സാധനം ഒരു വാക്ക് പോലും കിട്ടത്തില്ല. ഉണ്ടായിരുന്ന സോഴ്സിനൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞു വിട്ടു. നമ്മൾ ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം പിന്നെ ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ രണ്ടാമത്തെ അതിജീവിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചതിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം ഉഭയകക്ഷി സമ്മതമാണെന്നും പറഞ്ഞ് ഇപ്പോൾ പിന്നെ വാദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നുള്ളത് ഒന്നാമത്തേൽ തന്നെ ഇപ്പം സുപ്രീം കോടതി നീക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അതിജീവിതയ്ക്ക് നിയമപരമായിട്ട് വിജയം നേടിയിരിക്കുക. പക്ഷേ പന്നി നൈനാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ പൊട്ടന്മാർ വന്നിട്ട് കമലിട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. പന്നി നൈനാൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. 6 മണിക്കൂർ മുമ്പ് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ 5:30 എടുക്കുന്നത്, 8 മണിയാകുമ്പോഴത്തേക്ക് ഇത് പിന്നെ 7:30-8 മണിക്കൂറാവും. 8 മണിക്കൂർ ആവും. 6 മണിക്കൂർ മുമ്പ് ഇട്ടതിന് ഇപ്പോൾ തന്നെ 17K ലൈക്ക്, 1200 കമൻറ്റ്, 1000 ഷെയർ. അപ്പം
ഈ നാട്ടിൽ എത്ര വിഡ്ഢികളുണ്ടെന്നുള്ളതിൻ്റെ കണക്കെടുക്കാൻ ഇവൻ്റെയൊക്കെ പോസ്റ്റിൻ്റെ അടിയിലുള്ള ലൈക്കിൻ്റെയും ഷെയറിൻ്റെയും എണ്ണം നോക്കിയാൽ മതി. കമ്പനിയുടെ നോക്കേണ്ട നെഗറ്റീവും പോസിറ്റീവും കാണും. ഇവൻ്റെ ലൈക്ക് എണ്ണിയാൽ മതി കേരളത്തിൽ എത്ര വിഡ്ഢികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അവൻ എഴുതിയേക്കുന്ന സാധനം എന്താണെന്നറിയാം. ഇന്ന് മാധ്യമങ്ങളിൽ വരാനിടായില്ലാത്തൊരു വാർത്ത നിങ്ങളോട് പറയാനാണ് ഈ പോസ്റ്റ്, കോപ്പിലെ പോസ്റ്റ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു, രാഹുലിന് നിർണായകമെന്ന്. സുപ്രീം കോടതിയിൽ ഒന്നാമത്തെ പരാതിക്കാരി ഹൈക്കോടതി രാഹുലിന് നൽകിയ ജാമ്യം തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി പരിഗണിക്കുന്ന ദിവസമായിരുന്നു ഇത്. ഇന്ന് സുപ്രീം കോടതി പരാതിക്കാരി കൊടുത്ത ഹർജി ഇന്ന് ഫയലിൽ പോലും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു. ഇനി അങ്ങോട്ട് സത്യം ജയിക്കുന്ന ദിവസങ്ങളാണ്. ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാൻ പോകുന്ന ദിവസങ്ങളാണ്. എടാ പന്നിനേനെ ഞങ്ങൾ ഇപ്പോഴേ ഞെട്ടിക്കഴിഞ്ഞു, ഇനി ഞെട്ടിക്കാൻ പോകുമൊന്നും വേണ്ട. നീ അവിടെ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ഞെട്ടത്തേ ഉള്ളൂ. അപ്പം പിന്നെ നീ ഞൊട്ടും, അതാ പറയാനുള്ളത്. പിന്നെ നീയും നിൻ്റെ മാങ്കൂട്ടും കൂടെ ഞൊട്ടും. അതിനപ്പുറത്തേക്കുള്ള ബെല്ലിയോനും ഉണ്ടല്ലോ, ഹെഡ് മാഷും, എല്ലാവരും കൂടെ കൂട്ടി വിചാരിച്ചാലും ഞൊട്ടത്തേ ഉള്ളൂ. അപ്പം പിന്നെ എന്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റാ. എത്ര പൊട്ടന്മാർ ഈ നാട്ടിലുണ്ട് ഇതിനടിയിൽ പോയി ലൈക്ക് അടിച്ചേക്കുന്നത്. അവർക്ക് ഈ കോടതി വിധി എന്താണെന്നറിയോ? അവർ വിധിപ്പകർപ്പ് വല്ലതും കണ്ടോ? നമ്മളതും എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടാണ് പറയുന്നത്. അവർ ഇവൻ്റെ പോസ്റ്റ് വായിച്ചിട്ടാണ് വാർത്ത അറിയുന്നത്. അത്രയും ഗതികേടിലേക്ക് ദാരിദ്ര്യം പിടിച്ച ചിലതാണ് ഇവരെ ഫാൻസ്. പിന്നെ ലൈക്കിനകത്ത് കുറേ ആർട്ടിഫിഷ്യൽ AI സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളതുണ്ടാവും അതിനകത്ത്, ബോട്ട്. അപ്പം ഈ സാധനത്തിനകത്ത് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഈ 17, 18, 20, 21 ഈ പാരഗ്രാഫുകൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞത് ഉപേക്ഷ സമ്മതപ്രകാരമാണെന്നുള്ള പരാമർശം നീക്കം ചെയ്യണം എന്നുള്ളതും കോടതിയുടെ, സുപ്രീം കോടതി, പരമോന്നത കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് പോലും അല്ല, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയാണ്. ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കകത്ത് പിന്നെ റിവ്യൂ ഹർജിയും കൊടുക്കാനും സ്പേസ് ഇല്ല. സിംഗിൾ ബെഞ്ചാണെങ്കിൽ പിന്നെയും കൊടുക്കായിരുന്നു. അതായത് ഒരു മിനി ട്രയലിൻ്റെ രൂപത്തിലേക്ക് ഹൈക്കോടതി അതിനകത്ത് അവരുടെ പരിധികൾ ലംഘിച്ചുകൊണ്ട് പോയി എന്ന വാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം അറിയാതെയാണ് ആൾക്കാർ ഇതിനകത്ത് ഇതും കൊണ്ട് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. 24 ന്യൂസ് എന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. 24 ന്യൂസിലെയും പക്ഷേ വാർത്തയ്ക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന പാരഗ്രാഫുകൾ, പരാതിക്കാരുടെ ആവശ്യം, പിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഇവർ വക്കീലന്മാർ വാദിച്ചതും. ദിനേശ് വക്കീലിൻ്റെ സീനിയർ വക്കീലായിട്ട് പുള്ളിയുണ്ട്. സുഭാഷ് ചന്ദ്രനാണ് കൂടെ. സുഭാഷ് ചന്ദ്രൻ ഞാൻ പറഞ്ഞില്ല, ഇത്തരം വിഷയങ്ങൾക്കകത്ത് വളരെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി അതിനകത്ത് ഒരു പൈസയുടെ ലാഭമോ നഷ്ടമോ നോക്കാതെ, ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കാതെ നീതിബോധത്തോടു കൂടി ഇടപെടുന്നൊരു പിന്നെ യുവ അഭിഭാഷകനാണ്. പിന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ കേരളത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സീനിയർ അഡ്വക്കേറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഹാരിസ് ബിരാനെയൊക്കെ പോലെ തന്നെ നല്ല പ്രൊഫഷണൽ, നന്നായിട്ട് ഒരു കരിയറുള്ള ചെറുപ്പക്കാരനാണ്. എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, ഡെഡിക്കേഷൻ. അച്ഛനെ അറിയാം, അനിയത്തെ അറിയാം, ഒക്കെ അറിയാവുന്നതാണ്. സുഭാഷ് ചന്ദ്രനുമായിട്ട് സംസാരിച്ചതാണ്. ഇവരെ പിന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയുകയും ചെയ്യാം. അവരെ പലരും പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഇവരെ മറ്റുള്ള പല മാധ്യമങ്ങളുടെ ആളുകളവിടെ കോടതി ആളിനകത്ത് റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ന്യൂസിലെ ഞാൻ കരുതുന്നില്ല ഇത് ശ്രീകണ്ഠൻ നായരോ ആഷ്മി അറിഞ്ഞുകൊണ്ട് നടന്നതാണെന്ന് കരുതുന്നില്ല. അങ്ങനെ ഒരു കാർഡ്, അവരുടെ ബാക്കി കണ്ടൻറ്റ് ഒക്കെയാണ് വാർത്തയ്ക്കകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാർഡിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് ഡെസ്കിലുള്ളവർ കാണിച്ചിട്ടുള്ള ശുദ്ധ വൃത്തികളാണ്. ആരോ ഡെസ്കിലുള്ള ഏതോ ഒരുത്തനെ ഇവൻ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. മനസ്സിലാക്കേണ്ടത് അത് 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ, വാഷ്മിയൊക്കെ ശ്രദ്ധിച്ചാൽ അവർക്ക് നല്ലത്, ഇല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി അങ്ങ് പോയി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇത്ര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ അതിജീവിത കൊടുത്ത കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. രാഹുലിന് ആശ്വാസമല്ല, രാഹുലിന് അനുകൂലമായി എന്ന് വ്യാഖ്യാനിക്കാവുന്ന പരാമർശങ്ങൾ പരമോന്നത കോടതി നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുലിന് തിരിച്ചടിയാണ് ഈ വിധി എന്ന് തന്നെ പറയേണ്ടത്.